നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മലപ്പുറം വികാരം പരാമർശത്തിനെതിരെ ഇപ്പോൾ SKSSF രംഗത്തെത്തിയിരിക്കുന്നു. മലപ്പുറം ജില്ലക്കാർ മൗനം പാലിക്കണമോ എന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ചോദിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് സീറ്റിലെന്ന് പറഞ്ഞാലും കോട്ടയത്ത് സീറ്റ് ബാക്കിയെന്ന് പറഞ്ഞാലും വർഗീയതയാണ്. അതുകൊണ്ട് തന്നെ വായടപ്പിക്കാനല്ല, കലാലയത്തിൻ്റെ വാതിൽ തുറക്കാനാണ് മന്ത്രി തയ്യാറാകേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിജയിച്ച കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യം വേണമെന്നത് ഒരാളുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. ഇതാണ് സത്താർ പന്തല്ലൂർ പറയുന്നത്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശിവൻകുട്ടിക്കുള്ള മറുപടി വളരെ കൃത്യമായി സത്താർ നൽകിയിരിക്കുന്നത്. ലബ്ബ കമ്മീഷൻ നിർദ്ദേശവും ഹൈക്കോടതി നിരീക്ഷണവുമെല്ലാം ക്ലാസ് കുത്തിനിറയ്ക്കുന്ന അശാസ്ത്രീയ നടപടിക്ക് എതിരാണെന്ന് സത്താർ പറയുകയാണ്. അതായത് വർഷങ്ങളായി സർക്കാർ ഇത് തന്നെ തുടർന്നാൽ മലപ്പുറം ജില്ലക്കാർ മൗനം പാലിക്കണമോ എന്നാണ് ചോദ്യം. കഴിഞ്ഞ 15 വർഷമായി ശരാശരി 1,00,000 മലപ്പുറം കുട്ടികൾ ജില്ലയിൽ ഉപരിപഠന സൗകര്യമില്ലാതെ പൊറുതിമുട്ടുമ്പോൾ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. ഓപ്പൺ സ്കൂളിൻ്റെ നിലവാരം ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല എന്നുകൂടി സത്താർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സത്താർ പന്തല്ലൂരിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന അതിൻ്റെ യഥാർത്ഥ വശമെന്ന് പറയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ മലബാറിൽ ഉപരിപഠന അവസരത്തിന് വേണ്ടി വീണ്ടും മുറവിളി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉപദേശം മലപ്പുറം എന്ന് പറഞ്ഞ് വികാരമുണ്ടാക്കരുത് എന്നുകൂടിയാണ്. എങ്കിൽ വിവേകത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. മലപ്പുറം ജില്ലയിൽ 85 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 88 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, രണ്ടിലും കൂടി 839 ബാച്ചുകൾ. ഒരു ബാച്ചിൽ 50 വിദ്യാർത്ഥികളാണ് ഉണ്ടാവേണ്ടത്. അതനുസരിച്ച് 41,950 +1 സീറ്റുകളുണ്ട്. ഈ വർഷം 10ാം ക്ലാസ് ജയിച്ചവരുടെ എണ്ണം 79,730. അപ്പോൾ ഇനിയും കുട്ടികളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതയുണ്ട്. വളരെ നിർവികാരമായി കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 37,780 +1 സീറ്റുകളുടെ കുറവുണ്ടെന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ VHSE സീറ്റുകൾ 2,790, ITI 1,124, പോളിടെക്നിക് 1,360, +1 ഒഴികെ പൊതുമേഖലയിൽ 5,274 സീറ്റ്. ഒട്ടും വികാരം കൊള്ളാതെ നോക്കുമ്പോൾ 32,506 സീറ്റുകളുടെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കുക വിദ്യാഭ്യാസ മന്ത്രി. ഇതിന് പരിഹാരമായി ഏതാനും വർഷങ്ങളായി സർക്കാർ 20-30% സീറ്റ് വർദ്ധിപ്പിക്കും. താൽക്കാലിക ബാച്ചുകൾ ഉണ്ടാക്കും. ലബ്ബ കമ്മീഷൻ നിർദ്ദേശവും ഹൈക്കോടതി നിരീക്ഷണവുമെല്ലാം ഈ ക്ലാസ് കുത്തിനിറയ്ക്കുന്ന അശാസ്ത്രീയമായുള്ള നടപടിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ വർഷങ്ങളായി സർക്കാർ ഇത് തന്നെ തുടർന്നാൽ മലപ്പുറം ജില്ലക്കാർ മൗനം പാലിക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ 15 വർഷമായി ശരാശരി 1,00,000 കുട്ടികൾ ജില്ലയിൽ ഉപരിപഠന സൗകര്യമില്ലാതെ പുറത്തുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇതിനിതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാൻ എല്ലാവർക്കും കഴിയില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓപ്പൺ സ്കൂളിൻ്റെ നിലവാരം ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത്ര നല്ലതാണ്. മലപ്പുറത്ത് സീറ്റിലെന്ന് പറഞ്ഞാൽ വൈകാരികത, കോട്ടയത്ത് സീറ്റ് ബാക്കിയെന്ന് പറഞ്ഞാൽ അത് വർഗീയത. വലിയ അക്കങ്ങൾ പറയാൻ മന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ടാണല്ലോ മലപ്പുറത്തെ സീറ്റിൻ്റെ കുറവ് ചെറിയ വ്യത്യാസമായി തോന്നുന്നത് എന്നുകൂടി സക്കീർ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കണക്ക് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഈ നിസ്സഹായതയിൽ നിന്ന് വരുന്ന ഒരു വികാരമുണ്ടല്ലോ, അതടക്കി നിർത്താൻ തൽക്കാലം നിങ്ങൾക്കാവില്ല. വായടപ്പിക്കാനല്ല, കലാലയത്തിൻ്റെ വാതിൽ തുറക്കാനാണ് താങ്കളെപ്പോലുള്ളവർ തയ്യാറാകേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യം അത്യാവശ്യമാണ്, ഔദാര്യമല്ലത് അവകാശമാണ്. ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മുൻഗണന നൽകേണ്ടതല്ലേ? കാരണം പലപ്പോഴും ഈ സത്താർ പന്തല്ലൂർ പറയുന്നതിൽ വൈകാരികതയല്ല, അതവിടുത്തെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കണക്കിലെ കളികൾ കണ്ടില്ല എന്ന് നൽകുകയാണ്. ഏകദേശം 30,000-ലധികം വരുന്ന കുട്ടികൾക്ക് മലപ്പുറത്ത് സീറ്റില്ലാതാകുമ്പോൾ അത് കണ്ണടച്ചിരുട്ടാക്കുവാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള വാചക കസർത്തിൽ തീരുവാനുള്ളതല്ല മലപ്പുറംകാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട അവകാശം. അവിടെ കുട്ടികൾക്ക് കൃത്യമായി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഓരോ മന്ത്രിസഭയുമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മരിക്കുന്നവരെക്കാൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുകൂടി ഈ വി ശിവൻകുട്ടിയെപ്പോലുള്ള മന്ത്രിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വിപ്ലവം പറഞ്ഞാൽ പോലെ അത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ്, അവർ നാളത്തെ ഒരു വലിയ തലമുറയാണ്. അതിനെ സൃഷ്ടിക്കുവാനുള്ള ബാധ്യത ഓരോ സർക്കാരിനുമുണ്ട് എന്ന് മറന്നു പോകരുത്. ഗവൺമെൻറ് സൗകര്യങ്ങളിൽ പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അതുമാത്രമേ ഗതിയുള്ളൂ എന്ന് മനസ്സിലാക്കിയവർക്ക് അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംവിധാനം പാടെ അടച്ചുപൂട്ടേണ്ട സമയമായി എന്ന് മനസ്സിലാക്കുക വി ശിവൻകുട്ടി. കാരണം ഒരു പേരിലോ ഒരു നാടിൻ്റെ
പദത്തിലോ ഊന്നിയല്ല ആ വൈകാരികത ഉണ്ടാക്കേണ്ടത്. മലപ്പുറം എന്ന് പറഞ്ഞ് വികാരം കൊള്ളണ്ട, പകരം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പഠിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കാതിരിക്കുക. മലപ്പുറം എന്നല്ല, കോട്ടയം എന്നല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾക്ക് അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ പഠിപ്പിക്കുവാനുള്ള സംവിധാനം ഒരുക്കുവാൻ സർക്കാർ തയ്യാറാകണം. അത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്.